ഈ കേരള സർവകലാശാല സസ്പെൻഷൻ വിവാദത്തിൽ പ്രതിഷേധം കൂടുതൽ കടുക്കുകയാണ്. പ്രത്യേകിച്ച് ഇടത് യുവജന സംഘടനകൾ SFI ഇന്ന് സംസ്ഥാന വ്യാപകമായി പഠിപ്പ് മുടക്കുന്നുണ്ട്. ഒപ്പം സർവകലാശാല ആസ്ഥാനത്തേക്ക് DYFIയുടെയും അതുപോലെ AISFന്റെയും മാർച്ചുണ്ട് ഇന്ന്. ഇനി ഇതിൽ ഏറ്റവും വലിയൊരു പ്രത്യേകത നടക്കുന്നത് തിരുവനന്തപുരത്ത് ഗവർണറും വിദ്യാഭ്യാസ മന്ത്രിയും അതുപോലെ VC മോഹനൻ കുന്നുമ്മലും ഒക്കെ ഒരുമിച്ച് പങ്കെടുക്കുന്ന ഒരു പരിപാടി കൂടിയുണ്ട്. ഹാൻസ് ജോൺ ഉണ്ട് നമുക്കൊപ്പം തിരുവനന്തപുരത്ത് നിന്ന് കൂടുതൽ വിവരങ്ങളുമായിട്ട്. ഹാൻസ്, ഡോക്ടർ KS അനിൽകുമാറിനെ താൽക്കാലികമായി വിലക്കിക്കൊണ്ട് VC ഇൻചാർജ് സിസാ തോമസ് ഒരു കത്ത് നൽകുന്നു. അതിന് VC മോഹനൻ കുന്നുമ്മൽക്ക് രജിസ്ട്രാർ മറുപടി നൽകുന്നു. താൻ അവധിയിൽ പ്രവേശിക്കുകയാണ് എന്ന് കാണിച്ചുകൊണ്ട് ഒരു കത്ത് നൽകുന്നു. അതിന് VC വീണ്ടും രജിസ്ട്രാർക്കൊരു മറുപടി നൽകുകയാണ്. സസ്പെൻഷനിലുള്ള രജിസ്ട്രാർ അവധിയിൽ പ്രവേശിക്കുന്നതിന് എന്തിന് അപേക്ഷ നൽകണമെന്ന് ചോദിക്കുന്നു. ഉടനെ അതിന് വീണ്ടും KS അനിൽകുമാർ പറയുന്നു താൻ സസ്പെൻഷനിലല്ല, തൻ്റെ സസ്പെൻഷൻ സിൻഡിക്കേറ്റ് റദ്ദാക്കിയതെന്ന്. അങ്ങനെ ഒരു വശത്ത് കുറച്ച് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. മറ്റൊരു വശത്ത് ഈ താൽക്കാലിക രജിസ്ട്രാറിനെയായി ചുമതലപ്പെടുത്തിയ മിനി കാപ്പൻ ഇനിയും ചുമതല ഏറ്റിട്ടില്ല. ആ ഒരു ചുമതല ഏറ്റെടുക്കൽ ഇന്നുണ്ടാകുമോ? ഒപ്പം തന്നെ ഡോക്ടർ KS അനിൽകുമാർ ഇന്ന് സർവകലാശാലയിൽ എത്താനുള്ള സാധ്യത എത്രത്തോളമാണ്? അങ്ങനെയാണെങ്കിൽ പ്രതിഷേധം വീണ്ടും ശക്തമാകാനുള്ളൊരു സാധ്യതയില്ലേ? ഇന്ന് SFIയുടെ പഠിപ്പ് മുടക്കുണ്ട്, AISFന്റെയും DYFIയുടെയും മാർച്ച് സർവകലാശാലയിലേക്ക് നടക്കുന്നുണ്ട്. അപ്പോൾ മൊത്തത്തിലെ ഒരു സാഹചര്യം വിലയിരുത്തുമ്പോൾ എന്തൊക്കെ പ്രതീക്ഷിക്കണമെന്ന് കേരള സർവകലാശാലയിൽ നിന്ന് ഹാൻസ്? സേതു, കേരള സർവകലാശാലയെ സംബന്ധിച്ചിടത്തോളം പ്രശ്നങ്ങൾ വീണ്ടും കലുഷിതമാകാനുള്ള സാധ്യതയാണ് നിലനിൽക്കുന്നത്. നമുക്ക് അറിയാവുന്നതുപോലെ തന്നെ നിലവിൽ സർവകലാശാലയ്ക്ക് 2 രജിസ്ട്രാർമാരാണുള്ളത്. ഒന്ന് KS അനിൽകുമാർ, മറ്റൊന്ന് താൽക്കാലിക VC ഇൻചാർജായിട്ടുള്ള ഡോക്ടർ സിസാ തോമസ് നിയമിച്ച ഡോക്ടർ മിനി കാപ്പൻ. പക്ഷേ മിനി കാപ്പന് ഇതുവരെയും ചുമതല ഏറ്റെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. കാരണം ഇത് സംബന്ധിച്ച് സർവകലാശാലയുടെ ഭരണവിഭാഗം ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ മിനി കാപ്പൻ ഇപ്പോഴും തൻ്റെ പ്ലാനിംഗ് ഡയറക്ടർ എന്നുള്ള ചുമതലയിൽ മാത്രം നിലനിൽക്കുകയാണ്. പക്ഷേ അതിനോടൊപ്പം തന്നെ രജിസ്ട്രാറായിട്ടുള്ള KS അനിൽകുമാർ അവധി ആവശ്യപ്പെട്ടുകൊണ്ട് വൈസ് ചാൻസലർക്ക് കത്ത് നൽകുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് വരും ദിവസങ്ങളിൽ സർവകലാശാലയിലെ ഭരണപ്രതിസന്ധി രൂക്ഷമാകും എന്നുള്ളത് തന്നെയാണ്. കാരണം രജിസ്ട്രാർ ഇല്ലാത്ത ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ കടക്കും. അതിനോടൊപ്പം തന്നെ വൈസ് ചാൻസലർ ഈ വിദ്യാർത്ഥികളുടെ സർട്ടിഫിക്കറ്റുകൾ അടക്കം നേരിട്ട് പരിശോധിക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ കടക്കും. പക്ഷേ വൈസ് ചാൻസലറായിട്ടുള്ള ഡോക്ടർ മോഹനൻ കുന്നുമ്മൽ പലപ്പോഴും സർവകലാശാല ആസ്ഥാനത്ത് ഉണ്ടാകാറില്ല. അതുകൊണ്ട് തന്നെ സർവകലാശാലയെ സംബന്ധിച്ചിടത്തോളം ഈ പ്രതിസന്ധി അല്ലെങ്കിൽ ഈ പോര് വലിയ ഗുരുതരമായ രീതിയിൽ വിദ്യാർത്ഥികളെ ബാധിക്കുന്ന രീതിയിലേക്ക് കടക്കും എന്നുള്ളതിൽ സംശയമില്ല. അതിനോടൊപ്പം തന്നെയാണ് ഈ പോരിൽ ഗവർണർ സർക്കാർ പോര്, അതിനോടൊപ്പം തന്നെ സിൻഡിക്കേറ്റ് VC പോരിൽ ശക്തമായ പ്രതിഷേധത്തിലേക്ക് ഇടത് യുവജന സംഘടനകൾ കടക്കുന്നത്. ഇന്ന് SFIയുടെ രാജ്ഭവൻ മാർച്ചുണ്ട്. കഴിഞ്ഞ ദിവസം സർവകലാശാല മാർച്ചുണ്ടായിരുന്നു. അതിന് പിന്നോടിയായി തന്നെയാണ് ഇപ്പോൾ രാജ്ഭവനിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചിരിക്കുന്നത്. കൂടാതെ AISFന്റെയും DYFIയുടെയും സർവകലാശാല മാർച്ചുണ്ട്. ഈ മാർച്ചുകൾ നടക്കുന്ന സാഹചര്യത്തിൽ തന്നെയാണ് ഇന്ന് ജില്ലയിൽ ഗവർണറായിട്ടുള്ള രാജേന്ദ്ര അർലേക്കറും അതിനോടൊപ്പം തന്നെ വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടിയും കേരള സർവകലാശാല വൈസ് ചാൻസലറായിട്ടുള്ള ഡോക്ടർ മോഹനൻ കുന്നുമ്മൽ ഇവർ 3 പേരും പങ്കെടുക്കുന്ന പരിപാടിയുള്ളത്. ഫസ്റ്റ് എയ്ഡ് കൗൺസിൽ ഓഫ് ഇന്ത്യ എന്ന സംഘടനയുടെ നേതൃത്വത്തിലാണ് ഈ പൊതുപരിപാടി. ഇന്ന് രാവിലെ 11 മണിക്കാണ് പരിപാടി. ഈ പരിപാടിയിലും ഇത്തരത്തിൽ ഈ ഭാരതാംബ വിവാദം കൊഴുപ്പിക്കുന്ന എന്തെങ്കിലും സംഭവ വികാസങ്ങൾ ഉണ്ടാകുമോ എന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. കാരണം ഇതിനോടകം തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മന്ത്രി V ശിവൻകുട്ടി ഗവർണറെ പരിഹസിച്ചിരുന്നു. ഏതെങ്കിലും തരത്തിൽ ഈ പരിപാടിയിൽ കാവിക്കൊടിയേന്തിയ ഭാരതാംബ ചിത്രവുമായി എത്തുമോ എന്നറിയില്ല എന്നാണ് മന്ത്രി V ശിവൻകുട്ടി പരിഹസിച്ചത്. അതിനോടൊപ്പം തന്നെ ഇന്ന് ജില്ലയിലുള്ളതിനാൽ വൈസ് ചാൻസലറായിട്ടുള്ള ഡോക്ടർ മോഹനൻ കുന്നുമ്മൽ സർവകലാശാല ആസ്ഥാനത്തേക്ക് എത്താനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് തന്നെ തനിക്കെതിരെയുള്ള അല്ലെങ്കിൽ സർവകലാശാല വൈസ് ചാൻസലറായിട്ടുള്ള മോഹനൻ കുന്നുമ്മലിനെതിരെ SFI പ്രതിഷേധിക്കാനുള്ള സാധ്യതയും നിലനിൽക്കുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഡോക്ടർ മിനി കാപ്പന് ഇതുവരെ ചുമതല ഏറ്റെടുക്കാൻ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ പൂർവാധികം ശക്തി ഉപയോഗിച്ചുകൊണ്ട് ബലപ്രയോഗത്തിലൂടെ മിനി കാപ്പന് അധികാരം നൽകുന്ന ഒരു സ്ഥിതി ഡോക്ടർ മോഹനൻ കുന്നുമ്മലിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമോ എന്നുള്ള ഒരു സാഹചര്യം കൂടി നിലനിൽക്കുന്നുണ്ട്. കൂടാതെ ഈ വിഷയത്തിൽ ഗവർണർ ഇന്നെന്തെങ്കിലും നിലപാട് എടുക്കുമോ എന്നുകൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. കാരണം കഴിഞ്ഞ 2 ദിവസമായി വൈസ് ചാൻസലർ ഇൻചാർജായിട്ടുള്ള ഡോക്ടർ സിസാ തോമസ് റിപ്പോർട്ട് സമർപ്പിച്ചത്. ഈ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഗവർണർ ഇതുവരെയും ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ കൂടിയാലോചനകൾക്ക് ശേഷം കർക്കശമായ നടപടികളിലൊക്കെ കടക്കാനായിരിക്കും ഗവർണറുടെ നീക്കം. സേതു. ഓക്കെ ഹൻസേ, വ്യക്തമാണ്.